മുഹമ്മദ് സ്വയം ദൈവമായി ചമയുന്നു. ദൈവമായി ചമയുന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ മുഹമ്മദ് കൈവെടിയുന്നു എന്നൊക്കെയാണ് ജബ്ബാറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അതിൻ്റെ തെളിവാണ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എത്ര വിഡ്ഢിത്തമാണ്, എന്തുമാത്രം വിഡ്ഢിത്തമാണ് ജബ്ബാറി പറയുന്നത്. ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യനും ജബ്ബാറിൻ്റെ വിഡ്ഢിത്തം അംഗീകരിക്കാൻ പോകില്ല. കാരണം സൃഷ്ടിപൂജയെ അതിശക്തം എതിർക്കുന്ന ഒരു ജീവിത രീതിയാണ്, ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആദർശത്തിൻ്റെ പ്രചാരകനും പ്രബോധകനും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള പ്രവാചകൻ, ദൂതൻ, അദ്ദേഹം സ്വയം ദൈവമായി ചമയുന്നു, യഥാർത്ഥ ദൈവത്തെ കൈവെടിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ജബ്ബാറിനെ പോലുള്ള വിഡ്ഢികളത് വിശ്വസിക്കുമായിരിക്കാം. കാരണം ജബ്ബാറിന് ആവശ്യം വിഡ്ഢികളെയാണ്. സാമാന്യ ബുദ്ധിയുള്ള ബോധമുള്ള മനുഷ്യരെ ജബ്ബാറിന് ആവശ്യമല്ല. അതുകൊണ്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള സംഗതികൾ തട്ടിവിടുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രയോഗം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം എന്ന പ്രയോഗം മുഹമ്മദിനെ ആളുകൾ എത്രമാത്രം ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താൻ ദൈവമായി ചമയുന്നതിൻ്റെ എത്രമാത്രം വലിയ തെളിവാണിത് എന്നൊക്കെ തെളിയിക്കുന്നുണ്ട് എന്നാണ് ജബ്ബാർ അതിനോടനുബന്ധമായിട്ട് തട്ടിവീഴുന്നത്. അതോടൊപ്പം തന്നെ ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ കൊണ്ട് മാലിന്യം കുടിപ്പിക്കുകയും അത് ഭക്ഷിക്കാൻ നിർദ്ദേശിക്കുകയോ ഭക്ഷിപ്പിക്കുകയോ ഒക്കെ ചെയ്തു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലവും മൂത്രമൊക്കെയാണ് ജബ്ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെവിടെയാണാവോ ജബ്ബാർ ഇത് കണ്ടിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ആരോ അബദ്ധവശാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രിച്ചിട്ട് കട്ടിലിൻ്റെ ചോട്ടിൽ വെച്ച പാത്രം അത് വെള്ളമാണെന്ന് കരുതി കുടിച്ചു എന്നുള്ള ഒരു അതീവ ദുർബലമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. യഥാർത്ഥത്തിൽ അതിന് ഹദീസ് എന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ പ്രകൃതി തന്നെ നിരസിക്കുന്ന ഒരു സംഗതിയാണ് മൂത്രം കുടിക്കാനുള്ളത്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ അനുയായികളോട് മൂത്രം കുടിക്കാൻ പറയാന്നുള്ളത് അതിലേറെ ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം പ്രവാചകന്മാർ വന്നിട്ടുള്ളത് തന്നെ എന്തിനാണ്? ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ, നിഷിദ്ധങ്ങൾ അത് ഉപയോഗിക്കരുതെന്നും അത് അത്തരം കാര്യങ്ങൾ, അത്തരം സാധനങ്ങൾ കുടിക്കരുത്, തിന്നരുത് എന്നൊക്കെ ജനങ്ങളോട് പറയാനും അവരെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രകൃതിക്ക് ഇണങ്ങാത്ത എന്ന് മാത്രമല്ല, മനുഷ്യപ്രകൃതിക്ക് തന്നെ ഇണങ്ങാത്ത ഒരു സംഗതി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരോപിക്കുകയാണ് ഇവിടെ ജബ്ബാർ ചെയ്യുന്നത്. അതിന് മറ്റൊരു തെളിവായിട്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇവിടെ ആരൊക്കെയോ കൊണ്ടുവന്നിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല, ഏതോ ബാർബർ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള മുടി എന്നാണ് ജബ്ബാർ പറഞ്ഞിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം കുടിപ്പിക്കുന്നു, എന്നിട്ട് ചൂഷണം ചെയ്യുന്നു. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് മുടിയെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുടിപ്പിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാം എന്ത് ഉപയോഗിച്ചു ജബ്ബാറെ? അത് ഇസ്ലാമല്ലല്ലോ അതിന് ഉത്തരവാദി, അത് ചെയ്തിട്ടുള്ള ആളുകളാണ്. ലോകത്ത് മതങ്ങൾ മാത്രമല്ല, മതവിശ്വാസികൾ മാത്രമല്ല, മതവിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്യുന്നുണ്ട്, ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. ചൂഷകരും ചൂഷിതരുമായിട്ട് ദൈവത്തിലോ മതത്തിലോ വിശ്വാസമില്ലാത്ത ആളുകൾ വരെയുണ്ട്. അപ്പോൾ ദൈവത്തിലും മതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ
അതിൻ്റെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളാതെ അത് ഭൗതിക താല്പര്യത്തിന് വേണ്ടി ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിന് മതമാണോ അല്ലെങ്കിൽ ഖുർആനാണോ പ്രവാചകനാണോ അള്ളാഹുവാണോ ഉത്തരവാദി? ഇങ്ങനെയുള്ള നട്ടാൽ മുളക്കാത്ത ഇത്തരത്തിലുള്ള നുണകൾ, ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പറഞ്ഞിട്ട് വേണോ ജബ്ബാറെ ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനുമൊക്കെ? അപ്പോൾ തെളിവില്ലാത്ത എവിടുന്നോ കിട്ടിയ വാറോലകൾ എടുത്തിട്ടാണ് ജബ്ബാർ ഇസ്ലാമിനെ ആക്രമിക്കുന്നത്. തൻ്റെ കയ്യിൽ കൃത്യമായ പ്രബലമായിട്ടുള്ള ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു രേഖയും ജബ്ബാറിൻ്റെ കയ്യിലില്ല. എന്നിട്ട് പറഞ്ഞതെന്താണ്? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അങ്ങനെ തട്ടിവിടുകയാണ്. ഈ തള്ളലാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ കൈമുതൽ എന്ന് പറഞ്ഞത്. ബുഖാരി മുസ്ലിം പോയിട്ട് സിഹാഹുസിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, തിർമിദി പോലുള്ള ഗ്രന്ഥങ്ങളിലോ മറ്റ് പ്രാമാണിക ഗ്രന്ഥങ്ങളിലോ ഒന്നും ഇങ്ങനെ ഒരു സംഗതി കാണിച്ചു തരാൻ കഴിയില്ല. അതൊന്നുമില്ലാതെയാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ജബ്ബാർ പറഞ്ഞതെന്താണ്? മുഹമ്മദ് സ്വന്തം വിസർജ്യം അനുയായികളെ കൊണ്ട് തീറ്റിക്കുന്നത് കാണാം. ഹദീസുകളിൽ ബുഖാരിയിലടക്കം അത് കാണാമെന്നാണ് ജബ്ബാർ പറഞ്ഞത്. ബുഖാരിയിൽ എവിടെയാണ് ജബ്ബാർ ഉള്ളത് കാണിച്ചെന്നാൽ തിരക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിസർജ്യം തൻ്റെ അനുയായികളെ കൊണ്ട് കുടിപ്പിച്ചു, തീറ്റിച്ചു എന്നൊക്കെയുള്ള ബുഖാരിയിൽ വേണ്ട. മുസ്ലിമിലെങ്കിലും ഉണ്ടോ? അതും പോട്ടെ, സിഹാവുസിത്തയിൽ ഏതെങ്കിലും കിതാബിൽ ജബ്ബാറിന് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പോൾ ഇതൊന്നുമില്ലാത്ത ഈ ഇത്തരത്തിലുള്ള യാതൊരു തെളിവുമില്ലാത്ത നുണകൾ പറഞ്ഞിട്ട് വേണം ജബ്ബാറിന് ഇസ്ലാമിനെ പരിഹസിക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിനെ അവഹേളിക്കാനും എന്ന് പറയുന്നെന്ന് വന്നാൽ ജബ്ബാർ എത്രമാത്രം തരം താഴുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അതുപോലെ തന്നെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, വേലക്കാരികൾ ഇവരൊക്കെ അത് കുടിക്കുന്നു എന്നാണ് മൂപ്പർ പറയുന്നത്. മുഹമ്മദ് അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പോലും. നബിൻ്റെ ഭാര്യമാർ, നബിൻ്റെ വീട്ടിലെ വേലക്കാരികൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രം കുടിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എവിടെയാണാവോ പറഞ്ഞിട്ടുള്ളത്? ജബ്ബാറിന് കഴിയെങ്കിൽ അതിൻ്റെ ഹദീസ് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് അതാരാണ് നിവേദനം ചെയ്തത്, അത് പ്രബലമാണോ? ഈ കാര്യങ്ങളൊന്ന് ജബ്ബാർ പറഞ്ഞെന്നാൽ തിരക്കില്ല. ആരെങ്കിലും എവിടെയെങ്കിലും കള്ളത്തരങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അംഗീകരിക്കൂല എന്നുള്ളത് കൂടി ജബ്ബാർ മനസ്സിലാക്കുക. അതുപോലെ ഒരുപാട് കള്ളക്കഥകൾ പലയിടത്തും എഴുതി വച്ചിട്ടുണ്ടാവാം. ഇസ്ലാമിൽ ഒരു സംഗതി അംഗീകരിക്കണമെങ്കിൽ അതിന് ചില ഉപാധികളുണ്ട്. ആ ഉപാധികളനുസരിച്ച് മാത്രമേ ഇസ്ലാമിൽ ഏതൊരു സംഗതിയും അംഗീകരിക്കപ്പെടുള്ളൂ. അതിലൊന്ന് ഖുർആനാണ്, രണ്ടാമത്തത് പ്രബലമായിട്ടുള്ള ഹദീസുകളാണ്. അപ്പോൾ പ്രബലമായിട്ടുള്ള ഹദീസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ബുഖാരിയിൽ കാണിച്ചെന്നാലും മതി. ബുഖാരിൻ്റെ ഏത് ബാബിലാണ്, എത്രാമത്തെ നമ്പറാണ് ഹദീസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമായിരുന്നു. അതല്ലെങ്കിൽ ജബ്ബാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. അതാണ് ജബ്ബാറിനോട് പറയാനുള്ളത്. ജബ്ബാറിന് ഇസ്ലാമിനെ വിമർശിക്കാം, അതിനൊക്കെ ജബ്ബാറിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കാം, നിഷിദ്ധമായിട്ടുള്ള സംഗതികൾ യുഹല്ലു ലഹുമു ത്വയ്യിബാത്തി വ യുഹർരിമു അലൈഹിമുൽ ഖബായിസ് എന്നത് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. നല്ല വസ്തുക്കൾ അനുവദിക്കുകയും ഖബീസ് മ്ലേച്ഛമായിട്ടുള്ള മൂത്രം, മലം എന്നത് മാത്രമല്ല, മനുഷ്യന് കാർക്കിച്ചു തുപ്പുന്നത് പോലും കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ളതൊക്കെ നിഷിദ്ധമാക്കുകയാണ് ചെയ്തത്. പിന്നെ ജബ്ബാറിന് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാർക്കിച്ചു തുപ്പുമ്പോൾ അത് സഹാബിമാർ കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ട് അത് ശരീരത്തിൽ പുരട്ടിയിരുന്നു. അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട് ജബ്ബാറെ, അത് മനസ്സിലാക്ക്.
ഈ മനുഷ്യന് ചില കാലഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അവർക്ക് ചില നയങ്ങളുണ്ടാവും. അത് നേതാക്കന്മാർ നിർദ്ദേശിക്കുന്നതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരോടും നിർദ്ദേശിച്ചിട്ടുമില്ല. നബി ഒന്നുണ്ടാക്കുന്ന സമയത്ത് നബിയുടെ വെള്ളം കിട്ടാൻ വേണ്ടി ആളുകൾ തിക്കിക്കൂടിയിരുന്നു. നബി തുപ്പുന്നത് ആളുകൾ കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ട് ശരീരത്തിൽ പുറത്തി ഇതിനും മറ്റുമൊക്കെ പുരട്ടിയിരുന്നു എന്നുള്ളതാണ് ജബ്ബാർ ഇവിടെ പറയുന്ന സംഗതി. ഇത് ഏത് ഘട്ടത്തിലാണ്? ഹിജറയുടെ 6-ാമത്തെ വർഷം ഹുദൈബിയ്യയിൽ വെച്ച് ഖുറൈശികളുമായിട്ട് സന്ധി സംഭാഷണം നടത്തുന്ന ഘട്ടത്തിൽ ഖുറൈശികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഖുറൈശികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ വന്ന ദൂതന്മാരത് ഖുറൈശികളോട് പറയാൻ വേണ്ടി സഹാബിമാർ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണത്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരോട് പറഞ്ഞാൽ എന്താ? എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളല്ല, എൻ്റെ ചര്യ പിൻപറ്റുക എന്നുള്ളതാണ് എന്നെ സ്നേഹിക്കുക എന്നതിൻ്റെ താല്പര്യം എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നബി അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതെങ്കിലും ചരിത്രത്തിൽ നിന്നും ഹദീസിൽ നിന്നും വായിക്കാൻ അല്പം ഒരു മാന്യത ജബ്ബാർ കാണിക്കണത് നല്ലതാണ് മാത്രമേ ജബ്ബാറിനോട് ഇത്തരുണത്തിൽ പറയാനുള്ളൂ. വെറുതെ നുണ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇസ്ലാമിനെ, അള്ളാഹുവിനെ ഒക്കെ അവഹേളിക്കുന്ന ഈ സ്വഭാവം അതൊരു മനുഷ്യൻ, യുക്തിവാദി എന്നത് മാത്രമല്ല, യുക്തിബോധമില്ലാത്ത ഒരു മനുഷ്യൻ എന്നുള്ള എനിക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ യുക്തിവാദിയാണെന്ന് പറയുന്ന ഈ വാദിക്ക് എങ്ങനെയാണ് ഇത് സംഗതമാവുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം.